നമ്മൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ ഒരു 22 സിനിമകളുടെ കാര്യം പറഞ്ഞല്ലോ. അതായത് തനിക്ക് മന്ത്രിപ്പണിയേക്കാൾ കൂടുതൽ ഇഷ്ടം സിനിമയിൽ അഭിനയിക്കുന്നതാണെന്നും സിനിമയിൽ അഭിനയിക്കാതെ ഇരുന്നാൽ താൻ ചത്തുപോകുമെന്നും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരിൽ ആരോ ഒരാൾ ഇനി എത്ര സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് ചോദിച്ചിരുന്നു. അതിനുത്തരമായി സുരേഷ് ഗോപി പറഞ്ഞത് 22 സിനിമകളെന്നാണ്. മാത്രമല്ല അതിന് അനുബന്ധമായി ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോഴുള്ള കാര്യവും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതായത് തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് അമിത്ഷായോട് പറഞ്ഞപ്പോൾ എത്ര സിനിമകളുണ്ടെന്ന് അദ്ദേഹം ചോദിക്കുകയും 22 സിനിമകളുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ ഞാൻ നൽകിയ പേപ്പർ കട്ടുകൾ അദ്ദേഹം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടു എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സിനിമയിൽ അഭിനയിക്കാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ഒരുപക്ഷെ അതിൻ്റെ പേരിൽ മന്ത്രിപ്പണി പോകുന്നെങ്കിൽ പോട്ടെ എന്ന് ഞാൻ തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി അനുബന്ധമായി പറയുകയും ചെയ്തു. അതോടെയാണ് സുരേഷ് ഗോപിയുടെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിന് ചില പ്രതിസന്ധികൾ ഉടലെടുത്തത്. അതായത് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന സമയത്ത് സിനിമാ അഭിനയം നടക്കില്ല എന്നാണ് കേന്ദ്ര നേതൃത്വവും പറയുന്നത്. സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിച്ചേ മതിയാവുകയുള്ളൂ എങ്കിൽ മന്ത്രിസ്ഥാനം പിൻവലിക്കാമെന്നുള്ള സൂചനകളാണ് അതിലുള്ളത്. ഇതിപ്പോൾ സൂചനകൾ മാത്രമല്ല, സുരേഷ് ഗോപിക്ക് പകരം മറ്റൊരു മന്ത്രി ഡൽഹിയിൽ എത്തുമെന്ന് തന്നെയാണ് ഏകദേശം ഉറപ്പായിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് 22 സിനിമകളുടെ കാര്യത്തിൽ തമാശ പറഞ്ഞതല്ല, അതൊരു പ്രശ്നം തന്നെയാണ്. നേരത്തെയും സുരേഷ് ഗോപി പാർലമെൻറ്റിലെത്തിയിരുന്നു. രാജ്യസഭാ എം പിയായി. ഒരു രാജ്യസഭാ എം പിയുടെ കാലാവധി 6 വർഷമാണ്. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വീണ്ടും പാർലമെൻറ്റിലെത്തിയിരിക്കുന്നു. ലോക്സഭാ എം പിയായി. ഒരു ലോക്സഭാ എം പിയുടെ കാലാവധി 6 അല്ല 5 വർഷമാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു. അതുവരെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തിൽ കൂടുതലായി. ശരി പോട്ടെ, 3 മാസം കൂട്ടാം. അപ്പോഴാണ് സുരേഷ് ഗോപിക്ക് പെട്ടെന്നൊരാഗ്രഹം ഉണ്ടാകുന്നത് സിനിമയിൽ അഭിനയിക്കണം. കാരണം വരുമാനമാണല്ലോ പ്രധാനം. ഒരു സിനിമാ നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ ശരാശരി വാങ്ങിക്കൊണ്ടിരുന്നത് 5 കോടിയാണ്. ഗരുഡൻ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം പ്രതിഫലം വർദ്ധിച്ചു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും സിനിമയിൽ നിന്ന് നല്ലൊരു വരുമാനം സുരേഷ് ഗോപിക്ക് വരുന്നുണ്ട്. എന്നാൽ കേന്ദ്രമന്ത്രിയായി തുടർന്നാൽ ആ വരുമാനമുണ്ടോ? ഒരിക്കലുമില്ല. ശമ്പളവും അലവൻസും എല്ലാം കൂടി ചേർത്ത് ഒരു മാസം ഏകദേശം 3 ലക്ഷം രൂപ ശരാശരി സുരേഷ് ഗോപിക്ക് ലഭിക്കും. എന്നാൽ ഉത്തരവാദിത്തങ്ങളോ ആവശ്യത്തിലേറെയുണ്ട്. ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഓരോ മന്ത്രിമാരുടെയും ഒരു ദിവസം കടന്നു പോകുന്നത്. സ്വാഭാവികമായും മന്ത്രിയായി സജീവമായി തുടരുന്നതിനിടയിൽ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ വേണമെങ്കിൽ അഭിനയിക്കുക. അതിനായി സമയം കണ്ടെത്തണം. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ പരിഗണന നൽകേണ്ടത് മന്ത്രിസ്ഥാനത്തിന് തന്നെയാണ്. കാരണം ഇത്രയും ലക്ഷം ആളുകൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ഒരാളെ ജയിപ്പിച്ചു എം പിയാക്കി മന്ത്രിയാക്കിയതാണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവേണ്ടത് സ്വാഭാവികമാണ്. ജനങ്ങളുടെ കാര്യത്തിലായിരിക്കണം പരിഗണന നൽകേണ്ടത്, അതായത് മന്ത്രിസ്ഥാനത്തിന്. അതിനിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ പോയി 1-2 സിനിമയിൽ ഗസ്റ്റ് റോളിലെങ്കിലും അഭിനയിച്ചിട്ട് വരാം. അധിക ദിവസമൊന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല. കൂടിപ്പോയാൽ 1-2 ദിവസം. കാരണം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ലല്ലോ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് മന്ത്രിയാക്കിയത്. എന്നാൽ ഇവിടെ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്ന കാര്യമല്ല സുരേഷ് ഗോപി പറയുന്നത്, നായകരായി അഭിനയിക്കുന്ന കാര്യമാണ്. മാസങ്ങൾക്ക് മുൻപേ കമ്മിറ്റ് ചെയ്തിരുന്ന ഒറ്റക്കൊമ്പൻ സിനിമ മുതൽ അങ്ങോട്ട് തുടർന്ന് അഭിനയിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി ലക്ഷ്യമിടുന്നത്. ഏകദേശം 22 സിനിമകൾ തനിക്ക് വേണ്ടി ഒരുങ്ങുന്നുവെന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ചില കണക്കുകൾ പ്രശ്നം വരുന്നുണ്ട്. ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ലോക്സഭാ എം പിയുടെ കാലാവധി 5 വർഷമാണെന്ന് പറഞ്ഞുവല്ലോ, അതായത് 60 മാസം. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭ അധികാരത്തിൽ കയറിയിട്ട് 3 മാസമായെന്ന് കരുതിക്കോളൂ. ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 60 മാസത്തിൽ നിന്ന് 3 മാസം കുറയ്ക്കാം. 57 മാസം ബാക്കിയുണ്ട്. ഈ 57 മാസം എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 57 × 30 1760 ദിവസം. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അതായത് മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ഇനി 1760 ദിവസം സുരേഷ് ഗോപി ആ സ്ഥാനത്തുണ്ടാകുമെന്ന് കരുതാം. ഇനിയാണ് അടുത്ത കണക്ക്. രാജ്യത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മോളിവുഡ് അഥവാ മലയാള സിനിമാ മേഖല. ഇവിടെ ഒരു സിനിമ പൂർത്തിയായി തിയേറ്ററുകളിൽ എത്താൻ ഏകദേശം 90 മുതൽ 180 ദിവസം വരെ എടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞത് 90 ദിവസവും കൂടിയത് 150 ദിവസവും. അതിലും കൂടുതൽ ദിവസങ്ങളെടുത്ത ചിത്രങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ശരാശരി കണക്കാണ്. മിക്കവാറും മലയാള സിനിമകൾ 90 മുതൽ 180 ദിവസങ്ങൾ വരെ എടുത്താണ് തിയേറ്ററുകളിലെത്തുന്നത്. സിനിമയുടെ ആലോചനകൾ നടക്കുന്ന പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്ന
പ്രൊഡക്ഷൻ, എഡിറ്റിംഗ്, ഡബ്ബിംഗ് തുടങ്ങിയ സംഭവങ്ങൾ നടക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നിങ്ങനെ 3 ഘട്ടങ്ങളായാണ് സിനിമ പൂർത്തിയാകുന്നത്. ഇതിലേറ്റവും ദൈർഘ്യമേറിയ ഘട്ടമെന്ന് പറയുന്നത് ഷൂട്ടിംഗ് നടക്കുന്ന പ്രൊഡക്ഷൻ ഘട്ടമാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാലാവധി ശരാശരി 45 മുതൽ 60 ദിവസം വരെയാണ്. അതേസമയം മെയിൻ കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നവരുടെ ജോലി അവിടെ കൊണ്ടും തീരുന്നില്ല. പിന്നെയും ഡബ്ബിങ്ങിന് വേണ്ടി ദിവസങ്ങൾ ചെലവാക്കണം. 2 ദിവസം കൊണ്ട് ഡബ്ബിംഗ് തീർക്കുന്നവരുണ്ട്, 5 ദിവസം കൊണ്ട് തീർക്കുന്നവരുണ്ട്, 10 ദിവസം എടുത്താലും തീരാത്തവരുമുണ്ട്. എങ്ങനെയായിരുന്നാലും ഒരു നായക നടന് ഒരു സിനിമയ്ക്ക് വേണ്ടി ശരാശരി 65 ദിവസങ്ങൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് നമുക്ക് കരുതാം. ഇനി നമ്മുടെ പഴയ സംഖ്യ എടുക്കുക. അതായത് സുരേഷ് ഗോപിക്ക് ഇനി മന്ത്രിയായി തുടരാൻ പറ്റുന്ന ദിവസങ്ങളുടെ എണ്ണം. നമ്മൾ നേരത്തെ പറഞ്ഞു 1760 ദിവസം. ഈ 1760 ദിവസത്തെ 65 കൊണ്ട് ഹരിച്ചു നോക്കുക. 27 ചില്ലറ ഉത്തരമായി നമുക്ക് കിട്ടും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ 1760 ദിവസം തുടർച്ചയായി ഒരാൾ സിനിമയിൽ അഭിനയിച്ചാൽ ശരാശരി കണക്കനുസരിച്ച് 27 ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് 22 ചിത്രങ്ങളാണ്. അതായത് 65 ദിവസം വച്ച് 22 ചിത്രങ്ങളുടെ കണക്കൊന്ന് നോക്കാം. 1430 ദിവസങ്ങൾ എന്നാണെന്ന് മനസ്സിലാകും. 22 ചിത്രങ്ങൾ സുരേഷ് ഗോപിക്ക് പൂർത്തിയാക്കണമെങ്കിൽ 1430 ദിവസം തുടർച്ചയായി ജോലി ചെയ്യണം എന്നർത്ഥം. ഇനി മന്ത്രിസഭയുടെ ആകെയുള്ള കാലാവധിയായ 1760 നിന്നും നമ്മൾ ഇപ്പോൾ പറഞ്ഞ 1430 ഒന്ന് കുറച്ചു നോക്കൂ. 330. അതായത് 330 ദിവസങ്ങൾ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ 22 സിനിമകളിലും കൂടി അഭിനയിച്ച ശേഷം സുരേഷ് ഗോപിക്ക് മന്ത്രിയായി ജോലി ചെയ്യാൻ കഴിയുന്നത് 330 ദിവസങ്ങൾ മാത്രമാണ്. കൃത്യക്കണക്കാണ് കേട്ടോ. ഒരു ദിവസം പോലും അവധിയില്ല, വിശ്രമമില്ല, ഒന്നുമില്ലാതെ സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമേ ഈ പറയുന്ന 330 ദിവസങ്ങൾ കിട്ടുകയുള്ളൂ. ഈ 330 ദിവസങ്ങളിൽ മന്ത്രിയുടെ ചുമതലകൾ മാത്രമല്ല, പാർലമെൻറ്റ് സമ്മേളനം, മറ്റ് സർക്കാർ കോൺഫറൻസുകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ അവധിയും കാര്യങ്ങളും നോക്കി പാർലമെൻറ്റ് സമ്മേളനം ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയും കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് പറഞ്ഞു വന്നത് ഇതാണ്. ഈ 22 സിനിമകളിൽ തനിക്ക് അഭിനയിക്കാനുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വെറും തള്ളു മാത്രമാണ്. ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല മന്ത്രിയായി എന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. മന്ത്രി അല്ലെങ്കിൽ കൂടി ഈ 22 സിനിമകൾ 5 വർഷത്തിനകത്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. 5 വർഷത്തേക്ക് സിനിമകൾ കരാറാക്കുമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. 5 വർഷം എന്ന് പറയുന്നത് 5 വയസ്സ് കൂടുന്ന കാര്യമാണ്. നമുക്കൊരു 4 വർഷം കഴിഞ്ഞ് സിനിമ ചെയ്യാമെന്ന് ഏതെങ്കിലും സംവിധായകനോ നിർമ്മാതാവോ പറയുമോ എന്നുള്ളതാണ് ഇതിനോടൊപ്പം ഉയരുന്ന ചോദ്യം. സുരേഷ് ഗോപി അത്യാവശ്യം സജീവമായി നിലനിന്ന 2010-2015 കാലയളവിൽ 24 ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അതിൽ 5 ഗസ്റ്റ് കാമിയോ അപ്പിയറൻസുകളുമുണ്ട്. സിനിമാ അഭിനയത്തിന് മാത്രം മുൻതൂക്കം നൽകിയ 5 വർഷത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. അദ്ദേഹം നിലവിൽ മന്ത്രിയാണ്. ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും അദ്ദേഹം MP ആണ്. മണ്ഡലത്തിലെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ നോക്കണ്ടേ? മനസ്സിലായല്ലോ. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വലിയൊരു ഉത്തരവാദിത്വം ജനങ്ങളെ ഏൽപ്പിച്ചു നൽകിയപ്പോൾ അതിനെ സൈഡിലേക്ക് മാറ്റിവെച്ച് സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ എന്തായിരിക്കും സ്ഥിതി? പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ. ഇതൊക്കെ വെറും കണക്കുകൾ മാത്രമാണ്. ഇങ്ങനെയൊക്കെ നടക്കണമെന്നില്ല, ഇങ്ങനെയൊക്കെ നടക്കുകയുമില്ല. ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിൽ കൂടി ഈ 22 സിനിമകളുടെ കാര്യം വലിയൊരു കള്ളം തന്നെയാണെന്ന് ഉറപ്പിക്കാം. കർഷകർ വയലിൽ കൃഷി ചെയ്തിരിക്കുന്ന മുളക് തൈക്ക് വൈകുന്നേരങ്ങളിൽ പോയി വെള്ളം കോരുന്നൊരു പരിപാടിയുണ്ട്. അതുപോലെ പെട്ടെന്ന് പോയി വെള്ളം കോരിയിട്ട് വരാനുള്ളൊരു മേഖലയല്ല സിനിമ. ജനക്കൂട്ടം കാണുമ്പോൾ നമുക്ക് പലതും പറയാം. പക്ഷെ പിന്നീട് അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരങ്ങൾ കണ്ടുവച്ചിട്ട് വേണം ആ ജനക്കൂട്ടത്തോട് സംസാരിക്കേണ്ടത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സിനിമാ താരം സുരേഷ് ഗോപി മാത്രമല്ലെന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MP ആണെന്നും കൂടി എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ടതുണ്ട്.